Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് 3 ബ്രേസ്ലെറ്റ്സ് ആണ്. ഈസി ആയിട്ട് ഹുക്കൊന്നും ഇല്ലാതെ എലാസ്റ്റിക്കിൽ ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് ആണ്. അതിനായിട്ട് നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. പിന്നെ മുത്തുകളാണ്, ക്രിസ്റ്റൽസ്, വൈറ്റ് കളർ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളർ ഇതുപോലെ അതിന് മുകളിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന കട്ടിങ്സ് ഒക്കെ ഉള്ള പോലത്തെ മുത്താണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മെറ്റീരിയൽസാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈസിയാണ്. മുത്തുകൾ നമുക്കിഷ്ടമുള്ള പോലെ എല്ലാ ഡിസൈനിലെല്ലാം കോർത്തെടുക്കാം. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് 2-3 ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഗോൾഡൻ കളർ മുത്തു ഒരെണ്ണം കോർത്തു, പിന്നെ വൈറ്റ് കളർ മുത്ത് ഒന്ന് കോർത്തു, വീണ്ടും ഗോൾഡൻ കളർ ഒരു മുത്ത് കോർക്കുക. അങ്ങനെ ഒരു വൈറ്റ് കളർ മുത്തിൻ്റെ 2 ഭാഗത്തും ഓരോ ഗോൾഡൻ കളർ മുത്ത് വരുന്ന പോലെ കോർത്തു. ഇനി കോർക്കുന്നത് ഈ ബ്ലൂ കളർ 2 ക്രിസ്റ്റൽസ് ആണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത്, ഒരു വൈറ്റ് കളർ മുത്ത്, വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത്, അങ്ങനെ അതായത് ഗോൾഡ്, പിന്നെ നമ്മുടെ വെള്ളമുത്ത്, പിന്നെ ക്രിസ്റ്റൽ ബ്ലൂ കളർ മുത്ത്, ആ ഒരു ഓർഡറിലാണ് കോർക്കുന്നത്. എല്ലാം ഒരു 8 mm സൈസ് വരുന്ന മുത്തുകളാണ്. കുറച്ച് വലിയ മുത്താകുമ്പോൾ ഈ ഡിസൈന് കുറച്ചുകൂടി കാണാൻ നന്നായിരിക്കും കയ്യിലേക്ക് ഇടുന്ന സമയത്ത്. അപ്പോൾ അതിന് കുറച്ച് വലിയ മുത്തെടുത്തത്. നമ്മൾ ചെറിയ മുത്തൊക്കെ ആണെങ്കിൽ 2 വരിയൊക്കെ വരുന്ന പോലെ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്തിട്ട് 2 വരി വരുന്ന പോലെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ നമുക്ക് ബാക്കി കൂടി കോർത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതേപോലെ തന്നെ 2 ബ്ലൂ കളർ ക്രിസ്റ്റലിൻ്റെ 2 ഭാഗത്തും ഇടയിൽ വൈറ്റ് കളറും അതിൻ്റെ 2 സൈഡിൽ ഗോൾഡൻ കളർ മുത്ത് വരുന്ന പോലെ ഫുള്ളായിട്ട് കോർത്തു. ലാസ്റ്റ് ഇതുണ്ട് 2 അറ്റവും ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ കെട്ടിട്ട് കഴിഞ്ഞാൽ അഴിഞ്ഞു വരില്ല. രണ്ടും കൂടി നമ്മൾ സാധാരണ റിബണെല്ലാം കെട്ടുന്ന പോലെ കെട്ടാൻ പാടില്ല. 2 അറ്റും ഒരുമിച്ച് പിടിച്ച് തന്നെ കെട്ടുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ലെങ്ത് ഉണ്ടല്ലോ ഇലാസ്റ്റിക്കും മുറിച്ച് മാറ്റാം. എന്നിട്ട് ആ കെട്ട് ഒന്ന് വലിച്ച് മുത്തിൻ്റെ ഉള്ളിലോട്ട് വെക്കുക. അപ്പോൾ നമ്മൾ കെട്ട് വെളിയിലോട്ട് കാണില്ല. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ഡിസൈൻ കാണാം. അപ്പോൾ ഇതും അതേപോലെ തന്നെ ക്രിസ്റ്റൽസും അതിൻ്റെ ഇടയിൽ കുറച്ച് റൈൻ സ്റ്റോൺസും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിങ്ക് വൈറ്റ് ക്രിസ്റ്റൽസും പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളർ സ്റ്റോൺസ് വരുന്ന 2 ടൈപ്പിലുള്ള റൈൻ സ്റ്റോണും എടുത്തിട്ടുണ്ട്. അപ്പോൾ പിങ്ക് ക്രിസ്റ്റൽ മാത്രം കുറച്ച് 10 mm, വൈറ്റ് 8 mm ആണ്. അപ്പോൾ ഇത് റൈൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ സ്റ്റോൺ വരുന്നതാണ്. ഇതിൽ ഈ ടൈപ്പിൽ പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം സ്റ്റോൺസ് ഉണ്ട്, മറ്റേ ഭാഗത്ത് പ്ലെയിൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എലാസ്റ്റിക് എടുക്കുക. ഫസ്റ്റിന് ഇങ്ങനെ പരന്നിട്ടുള്ള ഈ റൈൻ സ്റ്റോൺ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കോർക്കുമ്പോൾ ഈ സ്റ്റോൺസ് ഫ്രണ്ടിലോട്ട് വരുന്ന പോലെ നമുക്ക് വെളിയിലോട്ട് കാണുന്ന പോലെ കോർക്കുക. മറ്റേത് അതേപോലെ തന്നെ രണ്ടാമത്തെ എടുക്കുമ്പോൾ ഉൾഭാഗം, അത് 2ൻ്റെ ഉൾഭാഗം മുട്ടിയിരിക്കുന്ന പോലെ ചേർന്നിരിക്കുന്ന പോലെ കോർക്കുക. അതിനുശേഷം പിങ്ക് കളർ ക്രിസ്റ്റൽ കോർക്കുക. വീണ്ടും ഈ റൈൻ സ്റ്റോൺ 2 ബാക്ക് സൈഡ് ചേർന്നിരിക്കുന്ന പോലെ കോർക്കുക. അപ്പം നമുക്ക് കാണുമ്പോൾ ഈ സ്റ്റോൺസ് ഉള്ള ഭാഗമാണ് വെളിയിലോട്ട് വരുന്നത്. അതുപോലെ 2 ചേർത്ത് കോർക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ 3 പിങ്ക് കളർ ക്രിസ്റ്റൽസ് കോർക്കുന്നത്. ഈ 3 മുത്തിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ റൈൻ സ്റ്റോൺ വരുന്ന പോലെ കോർക്കുക. ബാക്കിയെല്ലാം ഈ വൈറ്റ് കളർ ക്രിസ്റ്റൽസ് തന്നെയാണ് കോർക്കുന്നത്. ഓരോ വൈറ്റ് കളർ ക്രിസ്റ്റൽസിൻ്റെ ഇടയിലും ഓരോ റൈൻ സ്റ്റോൺ വരുന്ന പോലെയാണ് കോർക്കുന്നത്. ഇപ്പോൾ ഈ റൈൻ സ്റ്റോൺ നമുക്ക് പല കളറിൽ കിട്ടും. ഇപ്പോൾ ഒരെണ്ണത്തിന് 1 രൂപയായിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഹോൾസെയിലായിട്ടെല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ അതിൽ വാങ്ങിച്ച ഷോപ്പിൻ്റെയൊക്കെ ലിങ്ക് ഓൺലൈനിൽ വാങ്ങിക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ അതിൽ നോക്കി വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും കോർത്തു. ഇനി വൈറ്റ് കളർ ക്രിസ്റ്റൽസാണ്, അതാണ് കോർക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഭാഗത്ത് മുഴുവനായിട്ട് ഈ ക്രിസ്റ്റൽസും റൈൻ സ്റ്റോണും കോർക്കാം. അപ്പോൾ ഒരു വൈറ്റ് കളർ മുത്ത്, പിന്നെ ഒരു റൈൻ സ്റ്റോൺ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കളർ സ്റ്റോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ വൈറ്റ് കളർ സ്റ്റോണിന് പേര് നമുക്ക് പിങ്ക് കളർ സ്റ്റോണുള്ള റൈൻ സ്റ്റോൺ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാൻ നന്നായിരിക്കും. അതിനുശേഷം വീണ്ടും വൈറ്റ് കളർ ക്രിസ്റ്റൽ കോർക്കുക, റൈൻ സ്റ്റോൺ കോർക്കുക. ഇതേപോലെ ബാക്കി മുഴുവനായിട്ട് നമുക്ക് കോർത്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ കോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ചെയ്ത പോലെ തന്നെ എലാസ്റ്റിക് 2 അറ്റും ഒരുമിച്ച് പിടിച്ച് കെട്ടിടുക. കെട്ടിയിട്ട ശേഷം എക്സ്ട്രാ വരുന്ന ലെങ്ത് ഉണ്ടല്ലോ എലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മുത്തിൻ്റെ ഉള്ളിലോട്ട് വലിച്ച് ആ കെട്ടും മുത്തിനുള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. പിന്നെ വെളിയിലോട്ട് കെട്ട് കാണില്ല. അപ്പം നമ്മൾ രണ്ടാമത്തെ ഡിസൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എലാസ്റ്റിക് ഈ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിട്ടുന്ന ടൈപ്പ് എലാസ്റ്റിക് ഉണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. അതിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ഹുക്കൊന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എങ്ങനെ ഡിസൈൻസ് വേണമെങ്കിലും ചെയ്യാം. ഉള്ള മുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഡിസൈൻ നോക്കാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. അത് തന്നെ ബ്ലാക്കും വൈറ്റും ഒരേ സൈസിലുള്ള മുത്തും പിന്നെ കുറച്ച് ഒരു കിലുക്കമുള്ള ഒരു മണിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മണി വരുന്ന ഡിസൈൻസൊക്കെ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. കുറച്ച് പാദസരമാണെങ്കിലും ഈ ലോങ് ചെയിനിലൊക്കെ ഈ മണി വരുന്ന ഡിസൈൻസൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഇടയിൽ 3 മണിയാണ് കോർക്കുന്നത്. അപ്പോൾ ആദ്യം ബ്ലാക്ക് കളർ മുത്ത് 3 കോർത്തു. പിന്നെ ഈ മണി ഉണ്ടല്ലോ അത് 3 കോർക്കുക. ഇത് കുറച്ച് നല്ല കിലുക്കം സൗണ്ട് ഉള്ളതാണ്.
അപ്പോൾ ഇതിട്ടുമ്പോൾ കുറച്ച് സൗണ്ടും വരും. ഇനിയിപ്പോൾ ഇത്രയും സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ 3 എണ്ണം കോർക്കുന്നതിന് പകരം 1 എണ്ണമോ 2 എണ്ണമോ കോർത്താലും മതി. അപ്പോൾ 3 ബ്ലാക്ക് കോർത്തു, 3 ഈ കുഞ്ഞു മണികൾ കോർത്തു. വീണ്ടും നമ്മൾ 3 വൈറ്റ് കളർ മുത്താണ് കോർക്കുന്നത്. വീണ്ടും നമ്മൾ 3 മണി കോർക്കുന്നു, പിന്നെ ബ്ലാക്ക് കളർ മുത്ത് 3 എണ്ണം കോർക്കുന്നു, വീണ്ടും 3 മണി കോർക്കുന്നു, വീണ്ടും വൈറ്റ് കളർ മുത്ത് കോർക്കുന്നു. ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കോർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സെയിം കളർ, ബ്ലാക്ക് ആണെങ്കിൽ 3 മുത്ത്, വൈറ്റ് ആണെങ്കിൽ 3 മുത്ത്, അങ്ങനെയാണ് കോർത്ത് പോകുന്നത്. ഇതങ്ങനെയല്ലെങ്കിൽ ഒരു വൈറ്റ് ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ് ഒരു ബ്ലാക്ക്, അങ്ങനെ വേണമെങ്കിലും കോർക്കാം. അതൊക്കെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും മുത്തിൻ്റെ വലുപ്പത്തിലാണെങ്കിലും അതെങ്ങനെയെല്ലാം കോർക്കാം, എങ്ങനെ വേണമെങ്കിലും അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊരു ബേസായിട്ട് ഞാൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. നമുക്ക് എലാസ്റ്റിക്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കളേഴ്സ് എങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കോർക്കാം. അപ്പോൾ ഇത് 2 മുത്ത് വെച്ച് വേണമെങ്കിൽ കോർക്കാം, ഇനിയിപ്പോൾ 4 എണ്ണോ 5 എണ്ണോ വെച്ചിട്ട് കോർക്കാം, അങ്ങനെയെല്ലാം ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ വൈറ്റ് കളർ 3 സെറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ആണെങ്കിലും അതുപോലെ 3 സെറ്റായിട്ട് 3 മുത്ത് വെച്ചിട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് 3 മുത്തുകൾ കൂടി അവിടെ കോർക്കണം. അതിൽ മണി കോർത്ത ശേഷം നമ്മൾ ബാക്കി 2 ഡിസൈനും ചെയ്ത പോലെ തന്നെ എലാസ്റ്റിക് 2 കൂടി ചേർത്ത് പിടിച്ച് കെട്ടിടുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതേപോലെ നമുക്ക് എത്ര ബ്രേസ്ലെറ്റ് വേണമെങ്കിലും ചെയ്യാം. കടയിൽ പോയി വാങ്ങിക്കണമെങ്കിൽ നല്ല വിലയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് മുത്തൊക്കെ വാങ്ങിച്ചു പറഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്ത് പല കളറിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 3ാമത്തെ ഡിസൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. 3 ഡിസൈൻസും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ എപ്പോഴും പറഞ്ഞാൽ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.